നമ്മൾ സാധാരണ വെള്ളം എടുക്കുന്നത്, പക്ഷേ ഈ പ്രാവശ്യം നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. നമ്മുടെ ബൂംബാങ്ക് പഴംപൊരി ഉണ്ടാക്കിയില്ലേ ബിയർ വെച്ച്, അതുപോലെ ബിയർ ഒഴിച്ച് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമോ എന്നറിയാൻ ഒരു ട്രയലാണേ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, നമ്മൾ കുറേ നാളായിട്ടേ മുളക് ബജ്ജി ഉണ്ടാക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നാണേ. അപ്പോഴേക്കും ഇന്ന് ഒരു ഏഷ്യൻ ഷോപ്പിൽ കണ്ട് മുളക് ബജ്ജിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇച്ചിരി വലുതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ എരിവ് കാണത്തില്ല. അപ്പം നല്ലതായിരിക്കും. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണേ. ഇതിപ്പോൾ ഒത്തിരി വലുതല്ലേ, അപ്പം ഞാൻ ഓർത്ത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 3 അല്ലെ കട്ട് ചെയ്തിട്ടേ മാവിൽ മുക്കി വറക്കാമെന്ന് ഓർത്തേ. ഇത്രയും വലുത് വറക്കാനുള്ള ഫ്രൈങ് പാനും എൻ്റെ കയ്യിലില്ല. അപ്പോൾ വേണ്ട, ഞാനിത് അധികം അരിയില്ല കേട്ടോ അതിനകത്ത്. ഇത് 3 ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇതെല്ലാം ഞാൻ മുറിച്ചൊരു സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് അതിനുള്ള മാവ് അത് കഴിഞ്ഞിട്ട് റെഡിയാക്കാം. ബജ്ജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടലമാവ് വേണം. ഇനി ഞാൻ 2 കപ്പ് കടലമാവും ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് ഇത്രയും വേണേ. അപ്പം മുളക് പൊടി എൻ്റെ കയ്യിലിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇച്ചിരി കൂടുതലിട്ടു. എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടേ. ഇനി ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്യാൻ സാധാരണ വെള്ളം ചേർക്കുന്നത്, പക്ഷേ ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ബൂംബാങ് പഴംപൊരി ചെയ്ത പോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് ബിയർ ഒഴിച്ച് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഒന്ന് കുറച്ചൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാവേ. സക്സസ് ആയാൽ മതിയായിരുന്നു. നമുക്ക് നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടതേ. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 120 മില്ലിയുടെയാണ്. ഇതിൻ്റെ ഒരു ഹാഫ് ആയില്ല, ഹാഫിനേക്കാളും കുറച്ച് കുറവ് മതി ഇതിന് വേണ്ടി വന്നു. ഇപ്പം നമ്മുടെ ബാറ്റർ ഉണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇതേ ഈ ബാറ്റർ കറക്റ്റാണോ നോക്കുവാണ് ഞാൻ. അപ്പം ഇങ്ങനെ മുക്കുമ്പം ഇതിലിങ്ങനെ പിടിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം കറക്റ്റായിട്ട് കോട്ടായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്തത്. ഇത് നമ്മുടെ ഓർഡിനറി സ്റ്റൈലിൽ ചെയ്തത്. നമുക്ക് രണ്ടും എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നല്ല ക്രഞ്ചായിട്ടുണ്ട്. ഇത് നോക്കട്ടെ. ഇത് ക്രഞ്ചിയാണ്, പക്ഷേ അത്രയും ക്രഞ്ചിയല്ല. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കളറും കണ്ടില്ലേ, ഇത് ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് വന്നുണ്ട്. ഇതിൽ കുറച്ച് ലൈറ്റ് കളറും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതൊരു പുതിയ പരീക്ഷണമാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ചട്നിയാണേ. സാധാ പോലെ ഒരു സവോള, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പ്, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചെയ്തെടുത്തേക്കുന്നതാണേ. അടിപൊളി. നന്നായിട്ടുണ്ട്. ബജ്ജി 2 കഴിച്ച് നോക്കാൻ പോണേ. ഇത് തേണ്ടേ ഫസ്റ്റ് കഴിച്ച് നോക്കാം. ബൂംബാങ്ങിൻ്റെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കൊള്ളാം. ഇത് സാദാ സ്റ്റൈല്. ഇത് അത്ര ക്രഞ്ചിയല്ല, ഇച്ചിരി സോഗി പോലെ. ഭയങ്കര ഇത് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കണ്ടോ, അത്ര ഒരു ഇതായിട്ടില്ല. നമ്മൾ സാധാരണ നാട്ടിൽ ബജി വാങ്ങി കഴിക്കുന്ന പോലെ തന്നെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Thanks for watching and stay tuned. Bye. കണ്ടില്ല, കുറേ നാളായിട്ടേ
Bye.